മെട്രോ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ചില സ്പിരിച്വൽ നിയമങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സ്പിരിച്വൽ ലോസ് നമ്മൾ ചിന്തിച്ചത് ലോ ഓഫ് തോട്ട്സ്, ലോ ഓഫ് കൺഫെഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് റെക്കഗ്നിഷൻ. ഇത്രയും കാര്യങ്ങൾ 4 എപ്പിസോഡിൽ 4 ലോസ് ആണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതെല്ലാം തന്നെ നമുക്കൊരു മെസ്സേജ്, നല്ലൊരു മെസ്സേജ് തരുന്നൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദ ലോ ഓഫ് പ്രോസസ് എന്നാണ്. എന്നുവെച്ചാൽ ഈ പ്രോസസ് എന്ന് പറഞ്ഞാൽ നടപടിക്രമം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത്. നടപടിക്രമത്തിൻ്റെ നിയമം എന്നൊക്കെ എവിടെയും പറയാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരു ലക്ഷ്യം നേടുന്നതിനായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒരു ലക്ഷ്യം നേടുന്നതിനുള്ള തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം എന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനത്തിൽ മാത്രമേ നമ്മൾ പലപ്പോഴും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയുള്ളൂ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിൽ ദേശം ശൂന്യമാകാതെയും കാട്ടുമൃഗം നിനക്ക് ബാധയായി പെരുകാതെ ഇരിപ്പാൻ ഞാൻ അവരെ ഒരു സംവത്സരത്തിനകത്ത് നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയുകയില്ല. നീ സന്താന സമ്പന്നമായി ദേശം അടയ്ക്കുന്നത് വരെ ഞാൻ കുറേശ്ശെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. അതായത് കുറേശ്ശെ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതാണ് ഈ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ദൈവം നിങ്ങളെ ഒരു ലെവലിലേക്ക് ഉയർത്തുന്നതിന് നിങ്ങളെ ചില നടപടിക്രമങ്ങളിലൂടെ കൊണ്ടുപോകും. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞതാണ്, നിങ്ങൾ വാഗ്ദത്ത ദേശം ഒറ്റയടിക്ക് കൈവശമാക്കുകയില്ല. ലിറ്റിൽ ബൈ ലിറ്റിൽ, കുറേശ്ശെ. ദേ ഹാവ് ടു ഗോ ത്രൂ എ പ്രോസസ് ടു ഇൻഹെറിറ്റ് ഇറ്റ്. അതൊരു പ്രോസസ്സിൽ കൂടി, ഒരു നടപടിക്രമത്തിൽ കൂടി കടന്നു പോകണം. നോട്ട് ആസ് എ സ്ട്രെച്ചോ, പെട്ടെന്നല്ല, ഒരു പ്രോസസ്സ്. വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ദൈവം അവരെ ഒരുക്കുകയാണ്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പറയുന്നതാണ്, നിങ്ങൾ ഇപ്പോഴും പാല് കുടിക്കാൻ മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാനായിട്ട് നിങ്ങളായിട്ടില്ല. സ്ട്രോങ് മീറ്റ്, കട്ടിയായിട്ടുള്ള ആഹാരം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ അതിൽ കുറേശ്ശെ നിങ്ങൾ കട്ടിയുള്ള ആഹാരം കഴിക്കണം എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലെ ഇസ്രായേൽ മക്കളെ യുദ്ധം പഠിപ്പിക്കുന്ന കാര്യം എഴുതിയിട്ടുണ്ട്. കാരണം ഈ ഇസ്രായേൽ മക്കൾ ഈ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് കൃഷിയൊക്കെ ചെയ്ത് കട്ടയൊക്കെ ഉണ്ടാക്കി ജീവിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് യുദ്ധമൊന്നും ചെയ്യാൻ അറിയത്തില്ല. അവരെ യുദ്ധം പഠിപ്പിക്കാൻ, കനാനിലെ യുദ്ധങ്ങളെ അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിക്കാൻ ദൈവം ജാതികളായിട്ടുള്ള കുറച്ച് പേരെ എടുത്തായിട്ട് അവർ പറയാം. ട്രെയിൻ ചെയ്യാനായിട്ട് അവരെ നിർത്തി. അവരെ പരീക്ഷിക്കാനായിട്ട് 4-ാം വാക്യത്തിലെ ജഡ്ജസ്, ന്യായാധിപന്മാർ 3:4 പറഞ്ഞിരിക്കുന്നത്, അവർ പിതാക്കന്മാരുടെ കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെ കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചറിയാനായിരുന്നു ഇവരെ വെച്ചത്. ആരെയാണ്? ഈ നേരത്തെ കുറേ പേരെ പറയുന്നുണ്ട്. ഫെലിസ്ത്യന്മാരെയും കനാന്യരെയും സീദോന്യരെയും ഒക്കെ അവിടെ വെച്ചിരുന്നു. യുദ്ധം പഠിപ്പിക്കുക, ഇസ്രായേലിനെ പരീക്ഷിക്കുക. ശത്രുക്കളെ അവിടെ നിർത്തി ഒരു ട്രെയിനിങ് പ്രോസസ്സായിരുന്നു. ഒരു കുട്ടി ഓടുന്നതിന് മുമ്പ് അവനെ ഇരിക്കണം, എഴുന്നേൽക്കണം, അല്ലേ, 2 കാലിൽ ഉറച്ചു നിൽക്കണം, പിന്നെ നടക്കണം, പിന്നെയാണ് ഓടുന്നത്. ഈ ദൈവദാസന്മാർ അവർ ഈ പ്രോസസ്സിൽ കൂടി കടന്നു പോയ ശേഷമാണ് അവർ ശുശ്രൂഷ ചെയ്യേണ്ടത്. അല്ലേ, ഒരാൾ ഇങ്ങോട്ട് വന്ന ഉടനെ അങ്ങ് ശുശ്രൂഷ ചെയ്യാൻ പോകല്ല. യേശു ശുശ്രൂഷ 30 വർഷത്തിന് ശേഷം അവനെ സ്നാനപ്പെട്ട ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അവൻ നേരത്തെ ശുശ്രൂഷ തുടങ്ങാമായിരുന്നു. എന്നാൽ അവിടെ ഒരു പ്രോസസ്സുണ്ട്. എബ്രായർ 2:10 പറയുന്നത്, ഹീ ലേൺഡ് ഒബീഡിയൻസ് ആൻഡ് പെർഫെക്റ്റഡ് ത്രൂ സഫറിങ്. ആരാ? യേശുവിൻ്റെ കാര്യമാണ് പറയുന്നത്. അനുസരണം പ്രാപിച്ചു. എങ്ങനെയാണ്?
കഷ്ടതയിൽ കൂടി അവനെ പെർഫെക്റ്റ് ചെയ്ത് അവൻ അനുസരണം പ്രാപിച്ചു. എബ്രായർ 2:10. ദാവീദിനെ ശൗൽ അനോയിന്റ് ചെയ്തു. അനേകം വർഷം കഴിഞ്ഞാണ് അവൻ രാജാവാകുന്നത്. മോശ 40 വർഷം മരുഭൂമിയിൽ ആടിനെ മേയിച്ചു നടന്നതായിട്ട് അറിയാം. ആ ആടുകൾ അവൻ്റേതല്ലായിരുന്നു. 40 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവനെ ഏറ്റവും താഴ്മയുള്ളവനായി കണ്ടു എന്നാണ് പറയുന്നത്. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 12:1 മുതൽ 3 വരെ. അവൻ്റെ സഹോദരി മിറിയാം, അവൻ്റെ സഹോദരൻ അഹ്റോനും അവൻ്റെ മാരേജിനെതിരായി സംസാരിച്ചപ്പോഴും ദൈവത്തിന് ഇഷ്ടമായില്ല. ഇതെല്ലാം അവിടെ പറയുന്നുണ്ട്. 40 വർഷം ദൈവം അവനെ താഴ്മയുടെ പാഠം പഠിപ്പിക്കുകയായിരുന്നു. ദിനവൃത്താന്തം ഡ്യൂട്രോണമി 8:2 അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നു അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. 40 വർഷം നിന്നെ മരുഭൂമിയിൽ നടത്തിയ ഉദ്ദേശം എന്താണ്? നിന്നെ ഒന്ന് താഴ്ത്തണം. എൻ്റെ കൽപ്പനകളൊക്കെ നീ പ്രമാണിക്കുമോ എന്ന് പരീക്ഷിക്കണം. നിന്റെ ഹൃദയത്തിലിരിക്കുന്നവനും അറിവാൻ നിന്റെ ഹൃദയത്തിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത്. സോ വിൽഡർനെസ്, ഈ മരുഭൂമി എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രെയിനിങ്ങിൻ്റെയും ടെസ്റ്റിങ്ങിൻ്റെയും സമയം അല്ലെങ്കിൽ ഒരു സ്ഥലമാണ്. ഒരു രീതി പറഞ്ഞാൽ ഒരു ആത്മീയ പരീക്ഷ നടത്തുന്ന ഒരു സ്ഥലമാണ്. അത് ഇഫ് യു പാസ് ദ ടെസ്റ്റ്, നിങ്ങളിങ്ങനൊരു ടെസ്റ്റ് പാസ്സായാൽ നിങ്ങളെ അടുത്ത ലെവലിലേക്ക് ദൈവം നടത്തും. എന്നാൽ തോറ്റാൽ വീണ്ടും ടെസ്റ്റിൽ കൂടി കടന്നു പോകണം. ജയിക്കുന്നവരെ ടെസ്റ്റിൽ കൂടി കടന്നു പോകണം. 40 വർഷം ഈ ടെസ്റ്റിൽ കൂടി കടന്നുപോയ മോശ 40 വർഷം ഈ ഇസ്രായേൽ മക്കളോടുകൂടെ ഈ ടെസ്റ്റിൻ്റെ ഫലത്തിന് വേണ്ടി യാത്രയാകുകയാണ്. 40 വർഷം കഴിഞ്ഞിട്ടാണ് ഓടി അവിടെ വന്നത്. എവിടെ? ഇത്രോടെ ഇരിക്കെ വന്നേ. പിന്നെ 40 വർഷം മരുഭൂമി ആട്ടിനെയൊക്കെ മേയിച്ച് നടന്നു. 80 വർഷം കഴിഞ്ഞപ്പോഴാണ് വിളിച്ചിറക്കിയിട്ട് അടുത്ത 40 വർഷം ഈ ഇസ്രായേൽ മക്കളോട് ഈ ടെസ്റ്റിൻ്റെ ഫലത്തിന് വേണ്ടി യാത്രയായി. എന്നാൽ ഇസ്രായേൽ മക്കൾ ദൈവത്തിനെതിരായി സംസാരിക്കുന്നു. ഈ മോശ ഇത്രയൊക്കെ ടെസ്റ്റ് നടത്തിപ്പോയ ഇസ്രായേൽ മക്കൾ അതിനെതിരായിട്ട് സംസാരിക്കുന്നു. ഈ വിവരം, അതിൻ്റെ ഫലം എന്തുണ്ടായെന്ന് 1 കൊരിന്ത്യർ 10:1 മുതൽ 10 വരെ പറയുന്നുണ്ട്. നിങ്ങളത് എടുത്ത് വായിച്ചു നോക്കുക. ദൈവത്തിനെതിരായി സംസാരിച്ചു. 23,000 പോലെ വീണുപോയി, പരസംഗം ചെയ്ത്, പിറുപിറുത്തു. അയ്യോ, അതൊക്കെ വലിയ വിഷയമാണ് ഈ പിറുപിറുപ്പ് എന്നൊക്കെ പറയുന്നത്. അവർ ഈ മരുഭൂമിയിൽ നശിക്കാനുള്ള കാരണം പൗലോസ് എഴുതിയിരിക്കുക. അപ്പോഴും വിൽഡർനെസ് ഈസ് എ പ്ലേസ് ഓഫ് ട്രയൽസ്, ടെസ്റ്റിംഗ് ആൻഡ് പെയിൻ. മരുഭൂമിയുടെ അനുഭവം ഇത് ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവും. അവിടെ ദാരിദ്ര്യമുണ്ട്, പല സാധനങ്ങളും ഇല്ല. അവിടെ നമ്മുടെ താഴ്മ കാണാനും ഉള്ളൊരു സ്ഥലമാണ്. നമ്മുടെ വായിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ ഹൃദയത്തിലെ ചിന്തകൾ ഏത് രീതിയിൽ കരുപ്പിടിപ്പിക്കുന്നു, ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ളൊരു സമയമാണ്. ഈ സമയത്ത് പിശാച് അഡ്വാൻറ്റേജ് എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഇങ്ങനെ ഈ സ്കേഴ്സിറ്റി കൂടെയും ഈ പ്രയാസത്തിൽ കൂടെയും ഈ ട്രെയിനിങ്ങിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് പിശാച് അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ അരികിലേക്ക് വരുന്നത്. അവിടെ നമ്മുടെ നാവ് സൂക്ഷിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ് 141:3, യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. വാ മൂടാനായിട്ട്. കാരണം മർമർ ചെയ്ത ഇസ്രായേൽ മക്കൾ എല്ലാവരും നശിച്ചുപോയി. അവരൊന്നും കനാൻ ദേശം കയറിയില്ല. നാവുകളെ സൂക്ഷിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. നമ്മുടെ ഹ്യൂമിലിറ്റി, നമ്മുടെ ടെസ്റ്റിങ്, നമ്മുടെ ട്രയല് ഒക്കെ ഈ മരുഭൂമിയുടെ അനുഭവത്തിലാണുള്ളത്. യേശുവിനും ഇതുപോലെ ട്രയൽസിൽ കൂടെ കടന്നു പോയിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് മരുഭൂമി കൊണ്ടുപോയ കാര്യമൊക്കെ അറിയാവുന്നതാണ്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അതെല്ലാം അവൻ രക്ഷ പ്രാപിച്ചു. എന്നാൽ യെശയ്യാവ് പറയുന്ന 53:7 പറയുന്നത്
തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പ് മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവൻ ഒരിക്കലും വായ് കൊണ്ട് പാപം ചെയ്തില്ല. ഇയ്യോബും ഇതേ പ്രോസസ്സിൽ കൂടി കടന്നുപോയി. ഇയ്യോബ് 1:22 ഇതിലൊന്ന് ഇയ്യോബ് പാപം ചെയ്യോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഇയ്യോബ് ഒരിക്കലും തൻ്റെ നാവുകൊണ്ട് ദൈവത്തെ ദുഷിക്കുവാനായിട്ട് ഇടവന്നില്ല. ഇയ്യോബ് 2:9, 10 വാക്യങ്ങളിലെ ഭാര്യ അവനോട് പറയാണ്, ഈ ദൈവത്തെ ത്യജിച്ച് കളയണം, നീ മരിച്ചു കളയുക എന്ന് പറഞ്ഞു. അന്നേരം ഭാര്യയോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാ, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൽ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. അപ്പോൾ ഇതൊരു ട്രെയിനിങ് പ്രോസസ്സാണ് എന്ന് ഇയ്യോബിന് മനസ്സിലായി. ഇയ്യോബ് പാപം ചെയ്യുന്നില്ല. അതുകൊണ്ട് ദ ലോ ഓഫ് പ്രോസസ്, ഈ നടപടിക്രമത്തിൻ്റെ നിയമം, ദ ലോ ഓഫ് പ്രോസസ് ക്യാൻ എയ്തർ മേക്ക് യു ഓർ ബ്രേക്ക് യു. നിങ്ങളെ നന്നാക്കി എടുക്കാനോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാനോ പറ്റും. പല ആളുകളും ഇതിൽ തകർന്നു പോകും. കാരണം ഈ നടപടിക്രമം അവർക്ക് അറിയത്തില്ല. ചില ആളുകൾ ദൈവത്തെ ദുഷിക്കും, ചില ആളുകൾ പിറുപിറുക്കും. നമുക്കറിയാം, മരുഭൂമി, വിൽഡർനെസ് ഈസ് ദ പ്ലേസ് ഓഫ് സഫറിങ്. യേശുക്രിസ്തു മരുഭൂമിയിൽ ചെന്ന് സഫർ ചെയ്ത് നമുക്കറിയാം. ബൈബിളിൽ നിന്ന് കുറച്ച് വാക്യങ്ങൾ ഇതുമായിട്ട് ചേർന്ന് ഞാനൊന്ന് റെഫറൻസ് നിങ്ങൾ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ അത് വായിക്കാമെന്ന് വിചാരിക്കും. യാക്കോബ് 1:2-3 വാക്യങ്ങളിൽ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവീൻ. അതുകൊണ്ട് നമ്മൾ ടെംപ്റ്റേഷനിൽ അകപ്പെടുമ്പോൾ, അതിനകത്ത് ടെംപ്റ്റേഷനാണ്, ടെംപ്റ്റേഷനിൽ അകപ്പെടുമ്പോഴേ അത് വിശ്വാസത്തിൻ്റെ പരിശോധന ഉളവാക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് സന്തോഷത്തോടെ അത് സ്വീകരിക്കണം. സന്തോഷമെന്ന് എണ്ണുവാനായിട്ട് യാക്കോബ് എൻ്റെ പുസ്തകത്തിൽ പറയുന്നു. റോമർ 5:3-4 വാക്യങ്ങളിൽ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു അറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കും. കഷ്ടങ്ങൾ പ്രശംസിക്കും. 2 കൊരിന്ത്യർ 12:10 അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തിയുള്ളവനായിരിക്കും. യോഹന്നാൻ 12:24 ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പൊടി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. നമ്മളെ ദൈവം പല രീതിയിൽ ഫിറ്റാക്കി എടുക്കാനായിട്ട്, നമ്മുടെ അസൈൻമെൻറ്റിൽ ഫിറ്റാക്കി എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു മേഖലയിൽ നിങ്ങളെ ഫിറ്റാക്കി എടുക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. ഈ നിയമം, ലോ ഓഫ് പ്രോസസ്, അതിൽ കൂടി നമ്മളെ കടത്തിവിടും. ഇന്ന് ലോകത്തിൽ പാപവും കുറ്റകൃത്യവും കൂടുവാനുള്ള കാരണം ആളുകൾ ഈ പ്രോസസ്സിൽ കൂടി കടന്നു പോകാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇന്ന് ഈ ലോകത്തിൽ പാപവും കുറ്റകൃത്യവും കൂടുവാനുള്ള കാരണം ആളുകൾ ഈ പ്രോസസ്സിൽ കൂടി കടന്നു പോകാത്തതുകൊണ്ട്. അത് ഈ പ്രോസസ്സ് ആവശ്യമാണ്. ആത്മീയമായിട്ടുള്ള ഒരു ഡ്രൈനെസ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ ക്ലാസ് എടുത്തു. ചില സമയങ്ങളിൽ ദൈവം നമ്മളെ ഒരു വിൽഡർനെസ്സിൻ്റെ അനുഭവത്തിൽ കൂടെ കടത്തിവിടും. അത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അതിൽ നമ്മൾ വിജയമെടുക്കുകയും ചെയ്യുമ്പോഴേ നമ്മൾ ഓരോ പടി നമ്മൾ ആ ടെസ്റ്റ് പാസ്സായി ഹയർ റാങ്കിങ്ങിലേക്ക് വരാനുള്ള ദൈവത്തിൻ്റെ ഒരു മാർഗമാണ് ദ ലോ ഓഫ് പ്രോസസ്. ലക്ഷ്യം കൈവിടുന്നതിന് നടത്തുന്നതിന് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം. ഒരു പർട്ടിക്കുലർ സീസണിലായിരിക്കും ഇത് ഉണ്ടാകുന്നത്. ഈ പർട്ടിക്കുലർ സീസൺ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ കീ കിട്ടുകയാണ്. ടു എ ഹയർ റെലത്തിലേക്ക് കയറാനുള്ള ഒരു പുതിയ കീ കിട്ടുകയാണ്. ഇതെല്ലാം ജീവിതകാലം മുഴുവൻ നിങ്ങളിങ്ങനെ കഷ്ടം അനുഭവിക്കേണ്ടി വരില്ല. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഈ പ്രയാസത്തിൽ കൂടി കടന്നു പോകേണ്ട ചില സീസൺസ് ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങളെ ഒരു ഹയർ റെലത്തിലേക്ക് നടത്താൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടല്ല, ഇത് ഫേസ് ചെയ്തുകൊണ്ട് ഐ വാണ്ട് ടു ബിൽഡ് മൈസെൽഫ്, കർത്താവിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് ഈ സഫറിങ്ങിലെല്ലാം നമ്മൾ ഏറ്റെടുത്ത് പോകണം. സഫറിങ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്
ചില രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്ന അല്ല. അതതിൻ്റെ ഒരു പാർട്ടായിരിക്കും, അങ്ങനെയും വരാം. എന്നാൽ അതല്ല സഫറിങ് എന്ന് പറഞ്ഞ്. കർത്താവിന് വേണ്ടി നമ്മൾ ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കുമ്പോഴേ അതിൽ വരുന്ന പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളുമാണ് സഫറിങ്. യേശുവിൻ്റെ ക്യാരക്ടർ ഫോം ചെയ്യാതെ ഇരിക്കാൻ വിഘാതം ഉണ്ടാക്കുന്ന എല്ലാം സഫറിങ് ആണ്. യേശുവിൻ്റെ ക്യാരക്ടറിലേക്ക് നമ്മൾ വരാതിരിക്കാൻ വിഘാതം ഉണ്ടാക്കുന്നതാണ് സഫറിങ് എന്ന് പറയുന്നത്. ഒരു രോഗം വന്നു എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ഒരു രോഗമാണെങ്കിൽ ചിലപ്പോൾ ഒരു സഫറിങ് ആയേക്കാം. എന്നാൽ ഒരു പർട്ടിക്കുലർ സീസണാണ്, അത് പ്രാർത്ഥനയിൽ കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊസീജിയറിൽ കൂടി നമുക്കതിൻ്റെ റിലീവിങ് കിട്ടുമെങ്കിൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ചില കഷ്ടതയിൽ കൂടെ കടന്നു പോകാൻ, അത് ജഡത്തിൻ്റെ ചില കഷ്ടത, ആത്മാവ് കഷ്ടപ്പെടുന്നില്ലല്ലോ. എന്നാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴേ നിങ്ങളുടെ പ്രൊമോഷൻ തടയപ്പെടുന്നു, നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നു, നിങ്ങളുടെ ഫൈനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് ലോസ് വരുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ്, വിത്തൗട്ട് കോംപ്രമൈസ്. നിങ്ങൾ കാരണമല്ല, ഞാൻ സ്പിരിച്വൽ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ വരുന്നു, ഐസൊലേഷൻ വരുന്നു, നിങ്ങളുടെ ജീവിതത്തിലെല്ലാം പ്രതികൂലമായി വരുന്നു, നിങ്ങൾക്ക് ജീവിതത്തിലെ പൈശാചി അറ്റാക്കുകൾ ധാരാളമായി വരുന്നു. ഇതൊക്കെയാണ് സഫറിങ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ജഡത്തിലെ ഒരു പ്രവൃത്തിയിലെ വന്ന ചില പ്രയാസങ്ങളല്ല. എന്നാൽ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോഴേ പ്രതികൂലങ്ങൾ വരുന്നതാണ് സഫറിങ്. അതിൽ കൂടി ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് കൂടുതൽ വരികയാണ്. എന്നെ കേൾക്കുന്നവരെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നമ്മൾ പറഞ്ഞത് ലോ ഓഫ് പ്രോസസ്സ് എന്നാണ്. നടപടിക്രമം, ലക്ഷ്യം കൈവിടുന്നതിന് വേണ്ടി തുടർമാനമായി ചില ട്രെയിനിങ്ങിൽ കൂടി കടത്തിവിടുന്നു എന്നുള്ള ദിസ് ദ ലോ. ഈ ലോയെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. തീർച്ചയായും നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില പ്രതികൂല സിറ്റുവേഷൻ കൂടെ ചില ആളുകളെങ്കിലും ഇന്ന് കടന്നു പോകുന്നുണ്ട്. പ്രാർത്ഥന വിഷയമായിട്ട് അതിരിക്കുകയാണ്. ഞങ്ങൾ അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസൻ എന്നുള്ള ഉത്തരവാദിത്തത്തിലെ, നിന്റെ അഭിഷക്തൻ എന്നുള്ള ഉത്തരവാദിത്തത്തിലെ ആ വിഷയം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇന്ന് അതിനൊരു വലിയൊരു റിലീസ്, ഒരു വിടുതൽ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡത്തിലെ ശൂലമായിരിക്കാം, ഹല്ലേലൂയ. അതുപോലെ ഫൈനാൻഷ്യലായിട്ടുള്ള ക്രൈസിസ് ആയിരിക്കാം, കുഞ്ഞുങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനുള്ള പ്രയാസങ്ങളായിരിക്കാം, മാരേജിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, പൈശാചി അറ്റാക്കുകൾ ഈ ദിവസങ്ങളിലെ ഭവനത്തിൽ വരുന്നതായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്നെല്ലാം വലിയൊരു വിടുതൽ നിൻ്റെ ദാസൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ വിടുതൽ ആ കുടുംബത്തിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ആ വിടുതൽ എന്ന് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില അത്ഭുതങ്ങൾ നടക്കുവാനായി ഈ ദിവസങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ വരുവാനായിട്ട് നിൻ്റെ ഈ വിഷയം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു വിടുതൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വന്നു ചേരണം. ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് നീ വലിയൊരു വിടുതൽ അയക്കുന്ന ദൈവമായിട്ട് സ്തോത്രം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിൻ്റെ വലിയൊരു ഡെലിവറൻസ് ആ എല്ലാ മേഖലകളിലും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ട്രെയിനിങ്ങിൽ കൂടി കടത്തിവിടുമ്പോഴേ, ചില ഡിഫിക്കൽട്ടീസിലൂടെ കടത്തിവിടുമ്പോഴേ ഞങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാനാണെന്ന് മനസ്സിലാക്കി നിൻ്റെ കൈ കീഴ് താണിരുന്ന് താഴ്മയോടെ അത് പഠിപ്പാൻ കർത്താവെ കൃപയൊരുക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, അനുഗ്രഹിക്കും. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണേ. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.